Hi students, welcome back. Today we are going to discuss about waves. First question. A transverse harmonic wave on a string is described by y of xt is equal to 3 sine 36t plus 0.018x plus 5 by 4. ഒരു ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഹാർമോണിക് വേവ്സിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്. ഇത് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് വേവ്? ഡിറക്ഷൻ എങ്ങനെയാണ് വരിക? What are the amplitude, frequency and wavelength? The amplitude കണ്ടുപിടിക്കുക, frequency കണ്ടുപിടിക്കുക, wavelength കണ്ടുപിടിക്കുക. What is the initial phase angle? Initially അതിന് എത്ര phase angle ഉണ്ടായിരുന്നു? What is the speed of the wave? അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ഹാർമോണിക് വേവ്. ഒന്ന് എഴുതാണ്. y is equal to a sin omega t minus kx plus 5. ഒരു ഹാർമോണിക് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. y is equal to a sin omega t minus kx plus y. ഇവിടെ a എന്ന് പറയുന്നതാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. a ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അതിന്റെ ഇക്വേഷൻ 2πf, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π/t. ഓക്കെ, ഫ്രീക്വൻസിയെ ചോദിക്കണമെങ്കിൽ 2πf ഇട്ട് എഴുതാം. ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ 2π/t ഇട്ട് ചെയ്യാം. ഇനി k എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ k എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k is equal to 2π/λ ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് 2π/λ ആണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടുന്ന് വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാലോ. k എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി phi എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ് ആംഗിൾ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇനിഷ്യൽ ഫേസ് ആംഗിൾ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ വേവ് ഏത് ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളതാണ്. അതിന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ -kx ആണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ. മൈനസ് കണ്ടാൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണെന്ന് നോക്കുക. ഇനി +kx ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് x ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ -kx ആണെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് x ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. ഇനി +kx ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് x ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ് ഓർ സ്റ്റേഷനറി വേവ്. അപ്പൊ നോക്കിയേ, ഈ വേവ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഇതോ രണ്ടെണ്ണോ ഏതാണേലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് വേവിന്, അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വേവ് എല്ലാം എന്തായിരിക്കും? ട്രാവലിംഗ് വേവ് ആണ്, അല്ലെ? ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് പോവാണ്. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന വേവ്സ് എല്ലാം എന്തായിരിക്കും? ട്രാവലിംഗ് വേവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഡിറക്ഷൻ ഓഫ് ദ വേവ്? ഡിറക്ഷൻ ഓഫ് ദ വേവ് നോക്കി, -kx ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇവിടെ നമ്മളോട് വന്നിരിക്കുന്ന
അല്ലെ, എക്സിന്റെ ഇത് വന്നിരിക്കുന്നത് ഇത് പ്ലസ് ആണല്ലോ. പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇത് നെഗറ്റീവ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ട്രാവലിംഗ് വേവ് ആണ്, സെക്കൻഡ് വൺ ഇത് നെഗറ്റീവ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നോളണം. ഇനി നമുക്ക് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്. ഇവിടെ എ എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. എ എന്ന് പറയുന്ന പൊസിഷനിൽ വന്നിരിക്കുന്ന ഏതാണ്, 3. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് പറയാം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഈസ് ഈക്വൽ ടു 3. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഒമേഗ ടി, ടിക്ക് മുന്നേ കിടക്കുന്നതാണ് ഒമേഗ, അവിടെ നിന്നാണ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം, ടിക്ക് മുന്നേ കിടക്കുന്നത് 36. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു 36 ഒമേഗയുടെ വാല്യൂ ആണ് 2πf. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, f ഇസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 2π, അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 18 ഡിവൈഡഡ് ബൈ പൈ. അത്രയും ഹെഡ്സ് ആണ് എന്തെന്ന് പറയാ, ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ പൈ. അപ്പൊ ടിയുടെ കോഎഫിഷ്യന്റ് ആരാണോ അതാണ് ഒമേഗ. അപ്പൊ ഒമേഗയ്ക്ക് ഇക്വേഷൻ 2πf. ഓക്കെ, ഇനി kx അല്ലെ, നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ വേവ് ലെങ്ത്തിന് ഏത് വരും, കെയിലാണ് വേവ് ലെങ്ത് കിടക്കുന്നത്, അല്ലെ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് കെ. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് കെയുടെ വാല്യൂ. അപ്പൊ കെ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. അവിടെ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2π ഡിവൈഡഡ് ബൈ കെ. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ എത്രയാണ്, 0.018. എക്സും വൈ ഒക്കെ സെന്റിമീറ്റേഴ്സിലാണ്, അത് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമുക്ക് 10⁻². അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എഴുതുമ്പോൾ 2π ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് 18 എന്നെടുക്കാം, ഇൻറ്റു ഇവിടെ 10⁻³ ഉണ്ട്, 10⁻² കൂടെ ചേരുമ്പോൾ 10⁻⁻5, അല്ലെ. 2 18ലേക്ക് ക്യാൻസൽ ചെയ്യാം, 9. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും, π/9 ഇൻറ്റു 10⁻⁻5. താഴേന്ന് -5, മേളിൽ വരുമ്പോൾ +5. അപ്പൊ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു π/9 ഇൻറ്റു 10⁻5 ആണ്. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്ന ഇനിഷ്യൽ ഫേസ് ആംഗിൾ ഉണ്ടോ, ഇനിഷ്യൽ ഫേസ് ആംഗിൾ ആണ് 5. 5ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നത് എത്രയാണ്, π/4. അപ്പൊ ഇനിഷ്യൽ ഫേസ് ആംഗിൾ ഇസ് ഈക്വൽ ടു എത്ര വരും, ഇനിഷ്യൽ ഫേസ് ആംഗിൾ 5 ഇസ് ഈക്വൽ ടു π/4. ഇനി നമുക്ക് അറിയേണ്ടത് വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്. വെലോസിറ്റി v is equal to ന്യൂ ലാംഡ അല്ലെങ്കിൽ എഫ് ലാംഡ. ന്യൂ എന്ന് പറയുന്നതാണല്ലോ ഫ്രീക്വൻസി, അപ്പോൾ എഫ് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു π/9 ഇൻറ്റു 10⁻5. ഓക്കെ, പൈ ക്യാൻസൽ, 9 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, 2. അപ്പൊ 2 ഇൻറ്റു 10⁻5. നമ്മുടെ വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് എത്രയായി, 2 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. A second question, what was the condition assumed by Laplace in correcting Newton's equation for the velocity of sound in gas? Okay, ന്യൂട്ടന്റെ ഇക്വേഷനിൽ ലാപ്ലേസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ഇക്വേഷൻ എഴുതുക, ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷനും എഴുതുക. അപ്പൊ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ന്യൂട്ടൺ ആണ് ആദ്യമേ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലാപ്ലേസ് എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ന്യൂട്ടൺസ് ഇക്വേഷനെ മാറ്റി എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് ലാപ്ലേസ് ഇക്വേഷൻ എഴുതുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് എക്സ്പ്ലെയിൻ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വെലോസിറ്റി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നും കൂടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂട്ടൺ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഐസോതെർമൽ കണ്ടീഷനാണ്. അപ്പോൾ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഐസോതെർമൽ കണ്ടീഷൻ വെച്ചിട്ടാണ് ന്യൂട്ടൺ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ സൗണ്ട് വേവ്സ് എയറിലൂടെ അല്ലെങ്കിൽ ഗ്യാസിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഗ്യാസിൽ വരുന്നത് ഐസോതെർമൽ ചേഞ്ചസ് ആണ് ഹാപ്പൻ ചെയ്തിരുന്നത്. ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തതിനനുസരിച്ച് when sound waves passed through gas, isothermal compressions and rarefactions take place there. Okay, isothermal compressions rarefactions ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ v is equal to root of p by rho ആയിരുന്നു. ഓക്കെ, പക്ഷെ അതിന്റെ വാല്യൂ ഏകദേശം നമുക്കറിയാം. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ വാല്യൂ 320 മുതൽ അല്ലെ 320 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. നമ്മൾ 340 വരെ നമ്മൾ എന്ത് വരും, 340 മീറ്റർ പെർ സെക്കൻഡ്. ഇൻ ബിറ്റ്വീൻ ഇതാണ് എന്തെന്ന് പറയാ, വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് നമ്മൾ പറയാം. അപ്പോ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ട് ഏകദേശം 280 അടുത്താണ് വന്നിരുന്നത്. ഓക്കെ, 280 വെലോസിറ്റി ഓഫ് സൗണ്ട് വന്നത്. അതുകൊണ്ട് ലാപ്ലേസ് വന്നപ്പോൾ എന്ത് ചെയ്തു, അതിനൊരു കറക്ഷൻ കൊടുത്തു. ലാപ്ലേസിൽ കൊടുത്തതിനനുസരിച്ച് സൗണ്ട് വേവ്സ് ഗ്യാസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ അഡിയബാറ്റിക് കംപ്രഷൻസ് ആൻഡ് റയറിഫ്രാക്ഷൻസ് ആണ് ടേക്ക് പ്ലേസ് ചെയ്തത്. അപ്പൊ ലാപ്ലേസിന് എന്തുവരും, ലാപ്ലേസ് എക്സ്പെരിമെന്റ് ചെയ്തത് അഡിയബാറ്റിക് കണ്ടീഷൻസ് ആണ്. when sound waves passed through gas, adiabatic compressions and rarefactions take place there. അപ്പൊ അതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ v is equal to root of അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ഒരു ഗാമ ടൈമും കൂടെ വരും, ഗാമ p by rho എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ ആയി. അപ്പോൾ ലാപ്ലേസ് കറക്റ്റ് ചെയ്തിരുന്ന ന്യൂട്ടന്റെ ഇക്വേഷൻ ഇതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ. കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ന്യൂട്ടന്റെ കണ്ടീഷൻ ഐസോതെർമൽ ആണ്. ലാപ്ലേസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അഡിയബാറ്റിക് പ്രോസസ് ആണ് അവിടെ നടക്കുക. രണ്ടിന്റെയും ഇക്വേഷൻ എഴുതി. ഇതാണ് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ. ഇനി നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വെലോസിറ്റി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക. നമുക്കറിയാം വെലോസിറ്റി v is equal to root of gamma p by rho. ഓക്കെ, അപ്പൊ ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ്. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെലോസിറ്റി v is equal to root of gamma p divided by, ഇത് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ വരിക. അപ്പം മാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്, വോളിയം ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്. ബൈ വിക്ക് പകരം നമ്മൾ മേളിലേക്ക് എഴുതി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്താൽ അല്ലെ, പ്രഷർ ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിന് എന്ത് വരും, ചേഞ്ച് വരും. അക്കോർഡിംഗ് ടു ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to 1 mole ഓഫ് ഗ്യാസിന് RT എന്ന് കൊടുക്കാം. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കൂടിയാൽ അപ്പൊ എന്ത് ചെയ്യും, വോളിയം എന്ത് ചെയ്യും, കുറയും ആണല്ലോ. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ നോക്കിയേ, പ്രഷറിന് എന്ത് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പൊ PV എപ്പോഴും എന്തായിട്ടേ നിൽക്കുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ടേ നിൽക്കുള്ളൂ. അപ്പൊ പ്രഷർ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യോ, പ്രഷർ ചേഞ്ച് ചെയ്താൽ വോളിയം കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യും അല്ലെ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. ഓക്കെ,
അപ്പൊ നമുക്ക് പറയാം വെലോസിറ്റിക്ക് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയുന്നത് പ്രഷർ എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെലോസിറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അപ്പൊ ഈ ഇക്വേഷനിൽ പ്രഷർ വന്നതുകൊണ്ടാണ് പറഞ്ഞത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. വെലോസിറ്റി v is equal to root of gamma divided by m ഉണ്ട്. PV is equal to നമുക്കറിയാം RT ആണ് അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ PV is equal to RT കൊടുത്തു. ഓക്കെ, ഗാമ കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ്, M കോൺസ്റ്റന്റ്. അപ്പൊ ടെമ്പറേച്ചറിന് ചേഞ്ച് വന്നാൽ വെലോസിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാൽ വെലോസിറ്റി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വെലോസിറ്റി കുറയും. അപ്പൊ എന്തുവരും, ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഡെൻസിറ്റി വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആണ്. ഗാമ കോൺസ്റ്റന്റ് ആണ്, പി ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞു. പി ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിന് ചേഞ്ച് വരാം, അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഡെൻസിറ്റിയുടെ എഫക്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഡെൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും, വെലോസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. ഡിനോമിനേറ്ററിലല്ലേ ഡെൻസിറ്റി വന്നിരിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യുക, ഡെൻസിറ്റി കൂടിയാൽ ഡിനോമിനേറ്റർ കൂടും, അപ്പൊ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നേരെ തിരിച്ച് ഡെൻസിറ്റി കുറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡ്രൈ എയർ ആണോ മോയിസ്റ്റ് എയറിലാണോ വെലോസിറ്റി കൂടുതൽ? അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, ഡ്രൈ എയർ എന്ന് പറയുമ്പോൾ ഫുൾ എയർ മാത്രമേ ഉള്ളൂ. മോയിസ്റ്റ് എയർ എന്ന് പറയുമ്പോൾ എയറും കുറച്ച് വാട്ടറും കൂടെ ഉണ്ട്, അല്ലെ? അപ്പൊ ഡ്രൈ എയറില് എയറിന്റെ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും, കൂടുതൽ, അല്ലെ? ഡ്രൈ എയറില് എയറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. മോയിസ്റ്റ് എയർ രണ്ടും കൂടെ മിക്സ് ആണ്, അപ്പൊ എയറിന്റെ ഡെൻസിറ്റി അവിടെ കുറവാണ്. അപ്പൊ നോക്കിക്കേ, ഡെൻസിറ്റി കൂടുതൽ, അല്ലെ? ഡ്രൈ എയറിന് എന്ത് വരും, ഡെൻസിറ്റി ഓഫ് എയർ എന്താണ്, കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ റോ കൂടി, അപ്പൊ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഡ്രൈ എയറില് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് കുറവാണ്. മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്, മോയിസ്റ്റ് എയറില് എയറിന്റെ ഡെൻസിറ്റി കുറവാണ്, അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് അപ്പൊ ഡിപ്പെൻഡ് ചെയ്യാം, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ഈസ് അപ്രോച്ചിങ് ദ സ്റ്റേഷൻ ബ്ലോയിങ് ഇറ്റ്സ് സൈറൻ. A man standing on the platform observes a change in frequency of sound produced. അല്ലെ, ഒരാള് എന്ത് ചെയ്യാണ്, സ്റ്റേഷനിൽ നിൽക്കാണ്. അപ്പൊ ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ്, അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ഓഫ് സൗണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രെയിൻ അങ്ങ് അകലേന്ന് വരുമ്പോൾ ചെറിയൊരു സൈറണാ കേൾക്കുന്നത്, അല്ലെ? അടുത്തേക്ക് വരുന്തോറും അതിന്റെ എന്ത് ചെയ്യും, സൗണ്ട് കൂടി കൂടി നമ്മുടെ അടുത്തെത്തുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോ ആ സൗണ്ടിന് ഉണ്ടാവുന്ന, ആ ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ്, സൗണ്ടിന്റെ ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫിനോമിനൻ കോൾഡ്? ആ ഫിനോമിനൻ നമ്മൾ എന്താണ് പറയുക? Write the apparent frequency heard by the stationary observer when the source is approaching. അപ്പോ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ അയാളെ അയാളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഒരാള് സ്റ്റേഷനിൽ നിൽക്കുന്നു, ഒരു ട്രെയിൻ അപ്രോച്ച് ചെയ്ത് വരുന്നു.
അപ്പോൾ ആ ഫ്രീക്വൻസി അല്ലെ, അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. ആ ഫിനോമിനെ എന്താണ് പറയുക? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ആ ഫിനോമിനെ നമ്മൾ പറയുന്ന പേര് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളതാണ്. ഡോപ്ലർ എഫക്റ്റ് എന്താന്നുള്ളത് നോക്കിക്കോളുക. അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഹേർഡ് ബൈ ലിസണർ. ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ലിസണർ. സോഴ്സിനും ലിസണറിനും ഇടയ്ക്ക് ഒരു റിലേറ്റീവ് മോഷൻ വരുമ്പോൾ എന്തുവരും? ആ ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ? ഡോപ്ലർ എഫക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിന്റെ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളത് പഠിച്ചോളാം. ഇനി അപ്പൊ അതിന്റെ ഇക്വേഷൻ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു ഡോപ്ലർ എഫക്റ്റ്. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ചിലപ്പോൾ ജനറൽ ഇക്വേഷൻ എഴുതാനായിരിക്കും പറയാം. അപ്പൊ ചുമ്മാ ഈ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ്. ന്യൂ ഡാഷ് എന്ന് പറയുന്നതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ന്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീക്വൻസി. ഇനി വി വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, സൗണ്ടിന്റെ വെലോസിറ്റി ആണ്. പ്രോബ്ലം ഒക്കെ ചെയ്യാനാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. വി എൽ, എൽ എന്ന് പറയുന്ന ലിസണർ ആണ്. അപ്പൊ ലിസണറിന്റെ വെലോസിറ്റി. വി എസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ്. സോഴ്സിന്റെ വെലോസിറ്റി. ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിന്റെ വെലോസിറ്റി, കാർ ആണെങ്കിൽ കാറിന്റെ വെലോസിറ്റി അല്ലെ. അപ്പൊ വെലോസിറ്റി ഓഫ് സോഴ്സ്. ദ ലിസണർ, അയാൾ ഏത് മനുഷ്യനാണോ കേൾക്കുന്നത് അതിന്റെ. ഇനി വി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനില് ഈ ലിസണർ എന്ത് ചെയ്യുക? ലിസണർ റെസ്റ്റിലാണ്. ലിസണർ റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലിസണർ എത്രയായിരിക്കും? 0 അല്ലെ. ലിസണർ റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, സോഴ്സ് എന്ന് എടുക്കാം. സോഴ്സ്, ഇവിടെ ലിസണർ. അപ്പൊ ലിസണർ റെസ്റ്റിലായതുകൊണ്ട് വി എൽ എന്ന് പറയുന്നത് എത്രയാണ്? 0. വി എസ്, സോഴ്സ് എന്ത് ചെയ്യുക? സോഴ്സ് ഈ ലിസണറിനെ അപ്രോച്ച് ചെയ്യാണ്. ട്രെയിൻ ഈ ലിസണറിന്റെ അടുത്തേക്ക് വരികയാണ് അല്ലെ. അപ്പൊ ഡയറക്ഷൻ നോക്കിയാൽ പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ വരിക അല്ലെ. അങ്ങോട്ട് വരുന്ന ആക്സിസ് എല്ലാം പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ വി എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ആവുമ്പോൾ നമ്മുടെ ന്യൂ ഡാഷ് എന്തായിട്ട് എഴുതാം? ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ 0 ആണ് ഡിവൈഡഡ് ബൈ വി മൈനസ് പ്ലസ് വി എസ് ആണ് അല്ലെ. പ്ലസ് വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിട്ട് വരും? പ്ലസ് ഓഫ് മൈനസ് ഇസ് ഈക്വൽ ടു അല്ലെ, മൈനസ് തന്നെ. അപ്പൊ വി മൈനസ് വി എസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ട് നമുക്ക് ആൻസർ ഇതാണെന്ന് പറയാം. ഇനി വി എസ് നേരെ ഇങ്ങോട്ടായിരുന്നെങ്കിലോ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വി എസ് പോയിരുന്നെങ്കിൽ വി എസ് എന്തായിട്ട് എടുക്കുക? നെഗറ്റീവ് ആയിട്ട് എടുക്കുക. വി എസ് നെഗറ്റീവ് വരുമ്പോ ഇവിടെ എന്ത് വരും? പ്ലസ് വരും. ഓക്കെ, അപ്പോ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സോഴ്സ് ഇവിടെ, ലിസണർ ഇവിടെ അല്ലെ. സോഴ്സ് ലിസണറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ പ്ലസ് ആയിട്ട് എടുക്കുക. നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ മൈനസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഏത് കേസ് വന്നാലും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ സോഴ്സ് ലിസണറിൽ നിന്ന് അകന്നകന്ന് പോവുകയാണെങ്കിൽ വി എസ് എന്തായിട്ട് എടുക്കും? നെഗറ്റീവ്. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? പ്ലസ് വി എസ് ആവും. അപ്പൊ ഇത് പ്ലസ് അല്ലെ. മൈനസ് വി എസ് ആവും. മൈനസ് വി എസ് വരുമ്പോഴത്തേക്കും മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ക്വസ്റ്റ്യൻ
The quantity which remains constant when a wave traveling from one medium to another medium. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളത്. ഫ്രീക്വൻസിയാണ്. ദ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റന്റ് when a wave traveling from one medium to another medium is frequency. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഓർത്ത് വെച്ചാൽ മതി. ഫിഫ്ത് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ്സ് ഈസ്. രണ്ട് നോഡ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് സിക്സ്ത് വണ്ണും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ആൻ ആന്റി നോഡ്. ഒരു നോഡിനും ഒരു ആന്റി നോഡിനും കൂടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വേവ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഹാർമോണിക്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ റീജിയന് നമ്മൾ പറയുന്ന പേരാണ് നോഡ്. ഇതും എന്താണ്? നോഡ്. ഓക്കെ, അപ്പൊ രണ്ട് നോഡിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതാണ്, ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം, ലാംഡ. ഒരു സിംഗിൾ, ഒരു ക്രസ്റ്റും വരണം, ഒരു ട്രഫും വരണം അല്ലെ. ഒരു വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വേവിന്റെ ക്രസ്റ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലെ, എന്ന് വെച്ചാൽ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇതൊരു നോഡ് അല്ലെ, ഇതിപ്പോ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കണതല്ലേ. ഇതൊരു നോഡ്, ഇതൊരു നോഡ്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒരു ഫുൾ വേവിന്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ഇത് അതിന്റെ പകുതിയല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ ലാംഡ ബൈ 2. അപ്പൊ നോക്കിയേ, ഒരു നോഡ് അല്ലെ, രണ്ട് നോഡിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? ലാംഡ ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ ആണെന്ന് പറയാ ആന്റി നോഡ് എന്ന് പറയാം അല്ലെ. അപ്പോ ഈ റീജിയന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? രണ്ട് നോഡിനിടയിൽ ലാംഡ ബൈ 2 ആണെങ്കിൽ ഒരു നോഡിനും ഒരു ആന്റി നോഡിനും അതിന്റെയും പകുതിയല്ലേ വരിക. അപ്പൊ എത്ര വരും? ലാംഡ ബൈ 4. അപ്പൊ രണ്ട് നോഡിനിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ലാംഡ ബൈ 2 എന്ന് എഴുതാം. ഒരു നോഡിനും ഒരു ആന്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ലാംഡ ബൈ 4. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് അല്ലെ, അതുപോലെ തന്നെ സ്ട്രെസ്ഡ് സ്ട്രിങ്, ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ അത് പഠിച്ചോളണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് എഴുതാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ്സ് ഈസ് ലാംഡ ബൈ 2. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ആൻ ആന്റി നോഡ് ഈസ് ലാംഡ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 7th question. What is the phase change when a wave reflected from the denser medium? Denser mediumത്തിൽ നിന്ന് ഒരു വേവ് റിഫ്ലക്ട് ചെയ്ത് വന്നാൽ അതിനുണ്ടാവുന്ന ഫേസ് ചേഞ്ച് എത്രയാണ്? ഇപ്പൊ വേവിന്റെ റിഫ്ലക്ഷൻ എടുക്കാനായിട്ട് ഇതിപ്പോ റെയറർ മീഡിയം. ഓക്കെ, ഒരു വേവ് വന്ന് റെയറർ മീഡിയത്തിലേക്ക് ഇൻസിഡന്റ് ചെയ്താൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന വേവാണ്. അതെന്ത് ചെയ്യും? അതേപോലെ റെയറർ മീഡിയം ആണെങ്കിൽ അതേപോലെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്ത് വരിക. ഓക്കെ, ഇനി ഇത് ഡെൻസർ മീഡിയം ആണെങ്കിൽ ഡെൻസർ മീഡിയത്തിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ഇതിങ്ങനെ വന്നു ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്ന് വരുന്ന റിഫ്ലക്റ്റഡ് വേവ് ഇതിങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ നേരെ എന്ത് ചെയ്തു? ഇത് മേളിലേക്കാണ്, നേരെ തിരിച്ച് താഴേക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ആണ് സംഭവിക്കുക. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഫേസ് ആംഗിൾ ചേഞ്ച് എത്രയായിരിക്കും? പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും ചേഞ്ച് വരിക. ഓക്കെ, റെയറർ മീഡിയത്തിൽ നിന്നാണെങ്കിൽ ഫേസ് ചേഞ്ച് ഇല്ല, 0 ആണ്. ഫേസ് ചേഞ്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ഡെൻസർ മീഡിയത്തിൽ നിന്നാണെങ്കിൽ 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ആണ് ഉണ്ടാവുക. Okay, that's all about today's portion. Thank you.